അവളുടെ ഓരോ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വിഷമമാണ്. വല്ലാത്ത വികൃതിയാ, ഒരിടത്തും അടങ്ങിയിരിക്കില്ല. കുഞ്ഞുങ്ങളായ കുറെ കുസൃതിയൊക്കെ വേണം അല്ലേ മോളെ? പിന്നല്ലാതെ മമ്മിയെ പോലെയാ ഞാൻ വെരി സ്മാർട്ടാ അല്ലേ മുത്തച്ഛ? പിന്നെ അല്ലേ? അയ്യോ, ഞാനിന്ന് എപ്പോഴും ഉറങ്ങുന്ന ഭാവിയെ കണ്ടില്ല. കൊച്ചു ചുണ്ട, കൊച്ചു മൂക്ക്. മമ്മി, ഞാൻ ആ ഭാവിയെ കണ്ടിട്ട് ഇപ്പൊ വരാട്ടോ. എല്ലാം ഫേറ്റാണ് കുട്ടി. സൂസി പറഞ്ഞപ്പോഴാണ് ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. ജീവിതകാലം മുഴുവൻ അതേക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. മരണം അതാർക്കും ഏത് നിമിഷവും സംഭവിക്കും. രേഖയുടെ ഹസ്ബൻഡിന്റെ ജീവിതത്തിലേക്ക് മരണം കടന്നു വന്നത് ഒരു ബൈക്ക് ആക്സിഡന്റിന്റെ രൂപത്തിലായിരുന്നു. അത്ര മാത്രം. രമ്യമോൾ അവളുടെ ഡാഡിയെ കുറിച്ച് എപ്പോഴും ചോദിക്കാറുണ്ടോ? ഇല്ല. രമ്യമോൾക്ക് അവളുടെ അച്ഛനെ കണ്ട ഓർമ്മ പോലും ഉണ്ടാവില്ല. സോറി, ഓർമ്മിപ്പിക്കാൻ പാടില്ലാത്തതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. മോളെ, എനിക്കൊരു മകളില്ല, മരുമകളുമില്ല. നിന്നെ കണ്ടപ്പോ, നിന്റെ കഥകൾ അറിഞ്ഞപ്പോ എനിക്കില്ലാത്ത എന്റെ മകളുടെ ദുഃഖമായിട്ടാണ് എനിക്ക് തോന്നിയത്. സാന്ത്വന വാക്കുകൾ വെറും ഫോർമാലിറ്റീസ് ആണെന്ന് എനിക്കറിയാം. എങ്കിലും അതുകൊണ്ട് നിന്റെ മനസ്സിനൊരു അല്പം ആശ്വാസം ലഭിച്ചാൽ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കരഞ്ഞതുകൊണ്ട് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടില്ല മോളെ. ഞാൻ വരട്ടെ.